സിനിമാ സെറ്റിൽ വെച്ച് മോശമായി പെരുമാറിയെന്ന നടി ബിൻസി അലോഷ്യസിന്റെ പരാതി തിങ്കളാഴ്ച ചേരുന്ന ചേംബറിന്റെ മോണിറ്ററിംഗ് കമ്മിറ്റി പരിഗണിക്കും. 7 സിനിമാ സംഘടനകളുടെ പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. ഷൈൻ ടോമിനെതിരെ നടപടി വേണമെന്ന നിർദ്ദേശം യോഗത്തിൽ ഉയരാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തിങ്കളാഴ്ച ചേരുന്ന സൂത്രവാക്യം സിനിമയുടെ ആഭ്യന്തര സമിതിക്ക് മുൻപാകെ ഹാജരാകാൻ ഷൈൻ ടോം ചാക്കോയ്ക്കും ബിൻസി അലോഷ്യസിനും നോട്ടീസ് നൽകിയിട്ടുണ്ട്. ലഹരിവിരുദ്ധ റെയ്ഡിന്റെ ഓടിപ്പോയ ഷൈൻ ടോം ചാക്കോ മെഡിക്കൽ പരിശോധന മറികടക്കാൻ മറുമരുന്ന് ഉപയോഗിച്ചിരുന്നുവെന്ന് പോലീസിന് സംശയമുണ്ട്. ബുധനാഴ്ച ഡാൻസ് സ്റ്റാഫിനെ പറ്റിച്ചു കടന്നുകളഞ്ഞ ഷൈൻ 2 ദിവസത്തിനു ശേഷമാണ് പോലീസിന് മുന്നിലെത്തിയത്. അതുമാത്രമല്ല, ചോദ്യം ചെയ്യലിനിടെ സ്വമേധയാ ലഹരി പരിശോധനയ്ക്ക് തയ്യാറാവുകയും ചെയ്തിരുന്നു. അതിനാൽ ഇത് സംബന്ധിച്ചുള്ള അന്വേഷണവും പോലീസ് തുടങ്ങി. ലഹരി കടത്തുകാരുമായി നടത്തിയ സാമ്പത്തിക ഇടപാടിന്റെ കൂടുതൽ രേഖകളും പോലീസ് ശേഖരിക്കുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാകും തിങ്കളാഴ്ച വീണ്ടും ഷൈനെ ചോദ്യം ചെയ്യുക. കേസിൽ കൂട്ടുപ്രതിയായ അഹമ്മദ് മുർഷിദിനോടും തിങ്കളാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പോലീസ് നോട്ടീസ് നൽകിയിട്ടുണ്ട്. പരിശോധനയ്ക്കായി ശനിയാഴ്ച ശേഖരിച്ച പ്രതികളുടെ നഖം, മുടി, ശരീരസ്രവം ഉൾപ്പെടെയുള്ളവയുടെ പരിശോധനാ ഫലം ലഭിക്കാൻ ഒരാഴ്ച കാലതാമസമുണ്ടാകും. ശേഖരിച്ച സാമ്പിൾ കോടതി വഴിയാണ് പരിശോധനയ്ക്ക് അയക്കുക. ഫലം കോടതി വഴി പോലീസിന് ലഭിക്കും. ഈ കേസുമായി ബന്ധപ്പെട്ട് 2 ചോദ്യങ്ങളാണ് പ്രധാനമായും ഉയരുന്നത്. ലഹരി പരിശോധനാ ഫലം നെഗറ്റീവാണെങ്കിൽ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരായ കേസുമായി പോലീസിന് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും? ലഹരി ഇടപാടുകാരുമായുള്ള സാമ്പത്തിക ഇടപാട് കൊണ്ട് മാത്രം ഒരു കേസ് നിലനിൽക്കുമോ? എസ്. അരുൺ ശങ്കർ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.